നോക്കാം വാർത്തകളിലേക്ക് വിശദമായി. സ്വപ്ന സുരേഷിന്റെ ആരോപണം അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പാർട്ടിക്കും സർക്കാരിനുമെതിരെ കള്ളപ്രചാരണം അഴിച്ചുവിടാനാണ് ശ്രമമെന്നും CPM സെക്രട്ടേറിയറ്റ് പറയുന്നു. VV അരുൺ നൽകും വിശദാംശങ്ങൾ. ഈ പ്രസ്താവനയിലൂടെ CPM വ്യക്തമാക്കുന്നത് എന്താണ് അരുൺ? ഒരു നിയമ നടപടിക്ക് തുനിയുന്നില്ല എന്നും മനസ്സിലാക്കുന്നു. രാവിലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഈ ആരോപണങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നു. ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ആരോപണങ്ങളെ നിഷേധിക്കുകയാണ്. സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ പുതിയ വെളിപ്പെടുത്തൽ എന്ന പേരിൽ പുറത്തു വന്നിരിക്കുന്ന കാര്യം തികച്ചും അസംബന്ധമാണെന്ന് സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ്. അവിടെ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന കാര്യം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. എന്നിട്ടും സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ അവ പിൻവലിക്കാൻ വാഗ്ദാനം നൽകിയെന്നത് നട്ടാൽ കുടിക്കാത്ത നുണയാണ്. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഇക്കാര്യം മനസ്സിലാകും തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ വാർത്താക്കുറിപ്പിൽ ഉന്നയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കേരളം തള്ളിക്കളഞ്ഞ ആരോപണങ്ങളാണിത്. ജനങ്ങൾ ഇതും തള്ളിക്കളയുമെന്ന പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു. പക്ഷേ എന്തോ ചോദിച്ചതുപോലെ രാവിലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് സ്വപ്നയുടെ ഈ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി രാവിലെ വ്യക്തമാക്കിയത്. പക്ഷേ അത്തരമൊരു പരാമർശം ഈ വാർത്താക്കുറിപ്പിലില്ല. നേരത്തെയും ഈ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ആദ്യഘട്ടം പിന്നീട് അതുമായി മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ ഇതുവരെ CPM സ്വീകരിക്കുന്നത്. ഇവിടെയും അങ്ങനെയാകുമോ എന്ന കാര്യമാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. ഏതായാലും നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് CPM തയ്യാറാകുന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരും. കുളിക്കാൻ എന്തോ ഉള്ളത് കൊണ്ടാണ് അത്തരമൊരു പിന്മാറ്റം CPM നടത്തുന്നതെന്നാണ് വിലയിരുത്തലും ഇതിനെ നേരത്തെ തന്നെ പലതവണ ഉയർന്നതാണ്. അരുൺ, അതുപോലെ തന്നെ ഇത് സർക്കാരിനെതിരെ സർക്കാരിന്റെ വിജയങ്ങൾ മറച്ചുവെക്കാനുള്ള ആരോപണങ്ങൾ കഥകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കും, ഇനിയും വരും, തുടർക്കഥകൾ ഉണ്ടാകും എന്നെല്ലാം പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നു. അതേസമയം CPM സെക്രട്ടറി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നിയമ നടപടി നടത്തും എന്ന് തന്നെയാണ്. നിയമ നടപടിക്ക് തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പ്രസ്താവനയിൽ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നതുമില്ല. അപ്പോൾ സർക്കാരിനെ ഒരു പ്രതിരോധിക്കുക എന്നതിനപ്പുറം മറ്റൊരു തീരുമാനങ്ങളും സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടായിട്ടില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന ഒരു വാർത്താക്കുറിപ്പെന്ന് കരുതാനാകില്ല. അവൈലബിൾ സെക്രട്ടറി ചേർന്നിരിക്കണം. കാരണം പ്രധാനപ്പെട്ട സെക്രട്ടറി ഉൾപ്പെടെ പ്രധാന നേതാക്കളൊന്നും ഇന്ന് തലസ്ഥാനത്ത് ഇല്ല. സെക്രട്ടറി യാത്രയിലാണ്. ഇടതുമുന്നണി കൺവീനർ കണ്ണൂരാണ്. അത്തരത്തിൽ പ്രധാന നേതാക്കൾ പങ്കെടുത്തുന്നില്ല. അവൈലബിൾ സെക്രട്ടേറിയറ്റ് ആണോ ഇത്തരം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയെന്ന കാര്യമാണ് ഇനി വ്യക്തമായിട്ട്. സാധാരണഗതി ഇത്തരം പ്രധാന വിഷയങ്ങൾ വരുമ്പോൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരാതെ തന്നെ അവൈലബിൾ സെക്രട്ടറി ചേർന്ന വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. അത്തരമൊരു വാർത്താക്കുറിപ്പായി ഇതിനെ കാണണം. ശരി അരുൺ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ശ്രീ റെജി ലൂക്കോസ്, ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. അത് ശരിയോ തെറ്റോ എന്തോ ആവട്ടെ, സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കുമെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. അപ്പോൾ കേവലം ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയ്ക്കപ്പുറം ഒരു നിയമ നടപടിക്ക് എന്തുകൊണ്ട് പാർട്ടി തയ്യാറാവുന്നില്ല? അല്ല, എനിക്കിവിടെ പറയാനുള്ളത് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ എന്നുള്ള വാക്കുകൾ നിങ്ങൾ പിന്തുണയ്ക്കുക. അവര് എനിക്ക് തോന്നുന്ന ഒരു മാനസികമായിട്ടൊന്നും പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവരെ അത്യാവശ്യമായിട്ട് അവരെ പിന്തുണയ്ക്കുന്നവർ ഈ സ്ക്രിപ്റ്റിൽ എഴുതി കൊടുക്കുന്നവര് അവരെ ഒരു മനഃശാസ്ത്രത്തിന് എന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു മാനസികമായ രീതിയിലുള്ള ഒരു സ്റ്റേബിൾ കണ്ടീഷൻ തിരിച്ചെത്താനുള്ള രീതിയിലുള്ള സഹായം അവർക്ക് കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ അസംബന്ധങ്ങൾ സാമാന്യ വ്യക്തിക്ക് മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിൽ എത്രയോ അസംബന്ധങ്ങൾ യുക്തിരഹിതമായ കാര്യങ്ങൾ ആ സ്ത്രീ ഓരോ കൃത്യമായ ഇടപെടലുകളിൽ പറയുന്നു. രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് അവര് പാലക്കാട് RSSന്റെയും BJPയുടെയും ഒരു NGOയിൽ 10-50,000 രൂപയ്ക്ക് സാലറി പ്രവേശിച്ചതിന് ഉടൻ തന്നെ അവരെ സ്വയം അവർ തന്നെ പറഞ്ഞുകൊണ്ട് 164 കൊടുക്കുന്നു. അതിന് 2 ദിവസം ശേഷം തുടർച്ചയായിട്ട് അവർ പത്രസമ്മേളനത്തോടുകൂടി ഇത്തരം ജൽപ്പനങ്ങൾ ആവർത്തിക്കുന്നു. ഒടുവിൽ അവർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അവർ പറഞ്ഞത് വളരെ നമ്മളെല്ലാം മുമ്പിൽ അത് കേട്ടതാണ്. എന്താ പറഞ്ഞത്? എനിക്ക് അഭയം തരുന്നവര് പറയുന്നത് അനുസരിക്കാൻ ഞാൻ ബാധ്യതയാണെന്നൊരു ആ സ്ത്രീ പറഞ്ഞു. അതിനുശേഷം പത്രസമ്മേളനം തുടങ്ങുന്ന മാധ്യമങ്ങളെല്ലാം വിളിപ്പുറവായിട്ട് അവരുടെ മുമ്പിൽ വരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലായിട്ട് ബ്രേക്കിങ്ങിന് വേണ്ടി നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് അവിടെ പോയി അവരുടെ മുമ്പിൽ ഹാജരാകുന്നു. യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാതെ കൊണ്ട് താൻ 22 പ്രാവശ്യം സ്വർണം കടത്തിയെന്ന് വെളിപ്പെടുത്തിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും മാധ്യമങ്ങളും തടിച്ചുകൂടി അപമാനിച്ചു. അവരെന്താ പറഞ്ഞത്? കടന്നു കൈ വേലിയും ചാടിപ്പോയവരോട് പറഞ്ഞതെന്താ? ഷാർജ സുൽത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചു, കേരളത്തിന്റെ 5 ഇരട്ടി GDP ഉള്ളതാണ് ഷാർജ. ആ ഷാർജ സുൽത്താൻ കേരളത്തിൽ എന്നൊക്കെ പറയുന്നു.
സമനില തെറ്റിയ ഒരാൾ പോലും പറയത്തില്ല. അന്ന് പത്രസമ്മേളനം വൈകുന്നേരം നടത്തി BD സതീശൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ്, ഇനി ഈ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അത് തന്നെയുമല്ല, ഷാർജ സുൽത്താൻ അവിടുന്ന് സ്വന്തം ഫ്ലൈറ്റിൽ കൊച്ചി തിരുവനന്തപുരത്ത് വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി മകളോട് കൈക്കൂലി കൈപ്പറ്റി അവിടെ ഒരു വ്യവസായം തുടങ്ങുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് കേരളത്തിലെ പൊതുബോധത്തേക്കും UAE പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി സമൂഹത്തിനെയും കൂടി അപമാനിക്കുമായിരുന്നു. ഇപ്പോൾ അവർ ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. 5 മണിക്ക് അവര് പത്രസമ്മേളനം നടത്തി കൂടുതൽ തെളിവുകൾ പുറത്തു വിടുന്നു പറഞ്ഞു. അവരുടെ ജീവന ഭീഷണിയാണ്, ഒത്തുതീർപ്പിന് എന്റെ അടുത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. കാതോർത്തു മാധ്യമങ്ങൾ മുഴുവൻ, കേരളം മുഴുവൻ കാതോർത്തു. അതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. എന്നാൽ ഇന്ന് ഗവർണർ മാസ്റ്റർ പറഞ്ഞാൽ ഈ തിരക്കഥ എഴുതി ഒരു ബുദ്ധിമുട്ട് എഴുതി കൊടുക്കണ്ടേ? അയാളുടെ പേരായിരിക്കും പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇന്നിപ്പം വെളിയിൽ വന്നിരിക്കുന്നു സ്ക്രീൻഷോട്ട് സഹിതം ഈ പറയുന്ന വിജയകൃഷ്ണനോ അയാള് പിന്നെ അവരെ വിളിക്കുന്നു, അവർ തിരിച്ചു വിളിക്കുന്നു അതിന്റെ പിറ്റേ ദിവസം. അപ്പോൾ ഇയാളെ കാണുന്നൊരു താല്പര്യം കൊണ്ടല്ല വിളിക്കുന്നത്. അയാൾ ബാംഗ്ലൂരിൽ ചെല്ലുന്നു, അയാൾ പറയുന്ന ഹോട്ടലിൽ ഇവർ വരുന്നു. ഇവർക്ക് ഇങ്ങനെ സുരക്ഷയോ ജീവന ഭീഷണിയൊക്കെ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? അവർക്ക് മുൻകൂട്ടി പോലീസിനെ അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു നിരീക്ഷണത്തിന് ആയാലും പോലീസിനെ അറിയിച്ചാൽ പോരെ. തന്നെയുമല്ല, അവരിപ്പം BJPയുടെ കസ്റ്റഡിയിലുള്ള സംരക്ഷണയിലല്ലേ ഇപ്പോൾ പിന്നെ കർണാടക ഭരിക്കുന്നവരെ BJP, ആ BJP സർക്കാരിന്റെ കസ്റ്റഡിയിലല്ലേ BJP വരെ പാർപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്തെല്ലാം വൈരുദ്ധ്യങ്ങളാണ് ആ സ്ത്രീ പറഞ്ഞത്, അതേക്കുറിച്ചൊക്കെ ചർച്ചയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാല് വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തോട് കാണിക്കുന്ന അവഹേളനം. പ്രശ്നം ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച പോലെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നില്ല, ആരോപണം എന്ന് തന്നെയാണ് പറയുക. അപ്പൊ സ്വപ്ന സുരേഷിന്റെ ആരോപണം, ആ ആരോപണത്തിന് ഒരു കൃത്യമായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ നൽകേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും CPM ഉണ്ട്. കാരണം അവർ ആരോപണം ഉന്നയിക്കുന്നത് കേവലം ഞാനോ നിങ്ങളോ പോലുള്ള ഒരു സാധാരണക്കാരന്റെ അടുത്തല്ലല്ലോ, ആ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമാണല്ലോ മറുഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊരു നിയമപരമായിട്ട് ലീഗൽ പ്രൊസീഡിംഗ് വേണ്ട എന്നാണ് ചോദ്യം. സുരേഷ് നമ്മളെക്കാളൊക്കെ ഹൈ പ്രൊഫൈലുള്ള ലേഡിയാണോ ഒരു കള്ളക്കടത്തുകാരി എന്ന് പറയുന്നത്? എന്തായാലും ഇത് നാളെ ദാവൂദ് ഇബ്രാഹിം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അയക്ക് മറുപടി കൊടുക്കണം കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ മറ്റൊരു. എന്താ നിങ്ങൾ പറയുന്നത്? ദാവൂദ് ഇബ്രാഹിമിന്റെ ഈക്വലായിട്ടുള്ള സ്റ്റാറ്റസിലല്ലേ ഈ സ്ത്രീ നിൽക്കുന്നത് എന്നല്ലേ ED പുറത്തുവിട്ടിരിക്കുന്നത്? നമ്മാരും പറഞ്ഞല്ലോ 22 തവണ കള്ളക്കടത്ത് നടത്തിയിരുന്നു, സ്വയം കൺഫസ് ചെയ്തൊരു സ്ത്രീ. വ്യക്തമാണ് ശ്രീ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ ജയശങ്കർ, മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ട, പാർട്ടി മറുപടി നൽകേണ്ട, ഇത് വെറും അസംബന്ധമാണെന്നുള്ള ഒരു പ്രസ്താവന CPM ഇറക്കുമ്പോൾ, CPM സംസ്ഥാന സെക്രട്ടറി ഇറക്കുമ്പോൾ, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് പൂർണ്ണമായും ബോധ്യപ്പെടുമോ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ അത് തെറ്റാണ് എന്ന്, അല്ലെങ്കിൽ അതിലൊരു വസ്തുതയില്ല എന്ന്? അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് ജനങ്ങൾക്ക് മുമ്പ് തന്നെയുള്ള ധാരണ കൂടുതൽ ശക്തമാകും. അത്ര കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് ഈ നിയമ നടപടിക്ക് മുതിരാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടായിരിക്കും ശ്രീ ജയശങ്കർ? സംസ്ഥാന സെക്രട്ടറിയുടെ കൂടിയിട്ട് വെറുതെ തള്ളിക്കളഞ്ഞാൽ ആ തള്ളുകൊണ്ട് തീരുന്ന പ്രശ്നമാണ് ഇത്. ഇത് എത്രാമത്തെ തവണയാണ് ഈ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ മഹതി വീണ്ടും വീണ്ടും ആരോപണം ഉന്നയിക്കുന്നത്? അപ്പൊ പാർട്ടിക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അവര് കള്ളക്കടത്ത് കേസിൽ പ്രതിയാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവര് ആ കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ദൈനംദിന അടിസ്ഥാനത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എത്ര ഗുരുതരമാണ്. പാർട്ടി സെക്രട്ടറിയെ പറ്റി ഇതുവരെ പറഞ്ഞിരുന്നില്ല, ഇപ്പൊ അദ്ദേഹത്തെ കൂടി സംശയത്തിന്റെ നേരിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM-ലെ ഒരു നേതാവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഒരാളൊരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ല. വക്കീലിനെ കിട്ടാത്തതുകൊണ്ടാണോ, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ, അതോ CPM-ന്റെ നേതാക്കന്മാരൊക്കെ പരമ പരിശുദ്ധന്മാരാണ് എന്ന് ഇവരെ പോലെ നമ്മളൊക്കെ വിശ്വസിക്കും എന്ന് വിചാരിച്ചിട്ടാണോ എനിക്കറിയില്ല. അതോ ഇനി CPM നേതാക്കന്മാര് മാനനഷ്ട കേസ് കൊടുക്കുകയും മിനിമം ഇന്ന ലെവല്, ഇത്ര ഉയരം, ഇത്ര വണ്ണം, ഇത്ര തൂക്കം, ഇത്ര നെഞ്ചളവുള്ളവർക്കെതിരെ മാത്രമേ കേസ് കൊടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ളൂ? എനിക്കറിയില്ല. വളരെ നന്ദി ശ്രീ ജയശങ്കർ പ്രതികരിച്ചത്. എന്താണെങ്കിലും സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ അത് അസംബന്ധമാണെന്നുള്ളൊരു വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ CPM സെക്രട്ടേറിയറ്റിൽ നിന്നുണ്ടായത്. VV അരുൺ തുടരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. അരുൺ, സ്വപ്ന സുരേഷിന്റെ ഈ ആരോപണത്തിന് മറുപടി നൽകുന്നത് ഈ വിധത്തിലാണ്. അതേസമയം സ്വപ്ന നിയമപരമായി നീങ്ങുന്നു. അതായത് കൃത്യമായി DGPക്ക്, ED-ക്കും കർണാടക DGPക്കും തെളിവുകൾ കൈമാറുന്നു. അപ്പോൾ അതിനൊന്നും ഒരു മറുപടിയില്ല CPM-നും പാർട്ടിക്കും. തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ട് ഒരു മാനനഷ്ട കേസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ നേരത്തെ നമുക്കറിയാം, 1 വർഷം മുമ്പ് CPM-ന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെതിരെയാണ് ഷാജ് കിരൺ എന്ന ഒരു മുൻ മാധ്യമ പ്രവർത്തകനും ഇടനിലക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉയർന്നത്. അന്നും മാനനഷ്ട കേസ് എന്ന രീതിയിലേക്കല്ല CPM പോയത്. പകരം ഒരു അന്വേഷണമായിരുന്നു. സർക്കാർ പോലീസിനെ കൊണ്ടൊരു അന്വേഷണം നടത്തി. പക്ഷേ ആ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തിയെന്ന് ആർക്കും അറിയാത്തൊരു സ്ഥിതി കൂടിയുണ്ട്. അന്വേഷണം പാതി വഴിയിൽ നിരച്ചു, അത് മുന്നോട്ട് പോയില്ല. അതാണ് സംശയങ്ങൾ കൂടുതൽ ധരിപ്പിക്കുന്നത്. സർക്കാരിനും CPM-നുമെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാക്കുന്ന പ്രധാന ഘടകവും
അതുതന്നെയാണ്. ഇപ്പോഴും ഇത്തരമൊരു വിവാദം ഉയർന്നു വരുമ്പോഴും ആദ്യഘട്ടം സാധാരണഗതിയിലൊക്കെ മാനനഷ്ട കേസ് തന്നെയാണ് ഇതിനുള്ള ഒരു പരിഹാരം. കാരണം സ്വപ്ന സുരേഷ് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ടവർ നിരന്തരം പ്രതിക്കൂട്ടിലാക്കുന്നത്, ആരോപണ മുനയിലാക്കുന്നത് ഏതെങ്കിലും ചെറിയ ആളുകളെയല്ല, സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയാണ്, പാർട്ടി സെക്രട്ടറിയാണ്, മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്, 2 മുൻ മന്ത്രിമാരുണ്ട്, ഒരു മുൻ സ്പീക്കറുണ്ട്. അത്തരത്തിൽ CPM-ലെ പാർട്ടിപരമായും അല്ലെങ്കിൽ ഭരണപരമായും സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ നേതാക്കളെയാണ് ഇത്തരം ആരോപണ നിലയിലും സംശയ മുനയിലും നിർത്തുന്നത്. അത്തരം സംഭവം വരുമ്പോൾ പോലും എന്തുകൊണ്ട് അതിനെതിരെ ഒരു കോടതി നടപടിക്ക് സർക്കാരോ CPM തയ്യാറാകുന്ന ചോദ്യം തന്നെയാണ് ഇപ്പോഴും പ്രസക്തമായുള്ളത്. ശരി, കേന്ദ്ര ഏജൻസികളെടുത്ത കേസിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന കാര്യം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാവുന്നതാണ് എന്നാണ് വാർത്താക്കുറിപ്പിലെ ഒരു വാചകം. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളുടെയും സാമാന്യമായിട്ടുള്ള ചോദ്യമായിരിക്കും എന്തുകൊണ്ട് നിയമ നടപടിക്ക് CPM മുതിരുന്നില്ല എന്നുള്ള കാര്യത്തിൽ. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബംഗളൂരുവിൽ നടത്തിയ ചർച്ച സ്ഥിരീകരിച്ച് ബിസിനസ്സുകാരൻ വിജേഷ് പിള്ള. സംസാരിച്ചത് സ്വർണ്ണക്കടത്ത് വിഷയമല്ലെന്നും സ്വപ്നയുടെ ക്ഷണം സ്വീകരിച്ച് വെബ് സീരീസ് ചർച്ചയ്ക്കാണ് പോയതെന്നും വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. CPM-നോടോ MV ഗോവിന്ദനോടോ യൂസഫ് അലിയോടോ ബന്ധമില്ല. സ്വർണ്ണക്കടത്തുകാര്യം സംസാരിച്ചുവെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ സ്വപ്നയെ വിജേഷ് വെല്ലുവിളിച്ചു. ഫേസ്ബുക്ക് ലൈവിൽ സ്വപ്ന ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിലാണ് വിവാദ ബിസിനസ്സുകാരൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. സ്വപ്നയുമായി ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തിയത് OTT നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. ഹരിയാനയിലോ ജയ്പൂരിലോ വെബ് സീരീസിന്റെ ചിത്രീകരണം നടത്താമെന്നും വെബ് സീരീസിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 30% നൽകാമെന്നുമാണ് സ്വപ്നയോട് പറഞ്ഞത്. ഞാനൊരു ബിസിനസ് മീറ്റ്, എന്റെ ബിസിനസ് മീറ്റിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിനാണല്ലോ അവർ വെബ് സീരീസ് ആയിട്ട് സഹകരിക്കാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ വരുന്നത്. സ്വപ്നയെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ പോയിരുന്നത്. ഇതൊരു തികച്ചൊരു ബിസിനസ് മീറ്റ്, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, വസ്തുവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയണം. CPM-നോടോ MV ഗോവിന്ദനോടോ യൂസഫ് അലിയോടോ ബന്ധമില്ല. രാഷ്ട്രീയ പാർട്ടികളോട് ഒരു ബന്ധവുമില്ല. എനിക്ക് ഇവരെ കുറിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെ ആരും ഞാൻ പേഴ്സണലി കണ്ടിട്ടുമില്ല. എനിക്ക് ഇവരുടെ പത്രത്തിലും TVയിലും കാണുന്ന അറിവല്ലാതെ ഒരാളെ പോലും എനിക്കറിയില്ല. സ്വർണ്ണക്കടത്തുകാര്യം സംസാരിച്ചെങ്കിൽ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ വിജേഷിന്റെ വെല്ലുവിളി. ED ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞെന്നും വിജേഷ്. നാളെ നിങ്ങൾ തമ്മിലുള്ള ചിത്രങ്ങളോ CPM നേതാക്കളോടൊപ്പം നിൽക്കുന്നതോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പുറത്തു വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇതൊക്കെ തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ. എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ വരുന്നൊരു പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. സ്വപ്നയുമായുള്ള വാട്സാപ്പ് ചാറ്റുകളും വിജേഷ് പുറത്തുവിട്ടു. മാനനഷ്ടത്തിന് സ്വപ്നയ്ക്കെതിരെ വിജേഷ് DGPക്ക് പരാതി നൽകി. സ്വപ്നയുടെ തുടർ നടപടികൾ വീക്ഷിച്ച ശേഷം കൂടുതൽ രേഖകൾ പുറത്തുവിടുമെന്നും വിജേഷ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം MS അനീഷ് കുമാർ, ന്യൂസ് 18. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിജേഷ് പിള്ള എന്നൊരാളെ അറിയില്ലെന്നും കണ്ണൂരിൽ പിള്ളമാരൊന്നുമില്ല എന്നുമായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. സ്വപ്നയ്ക്കെതിരെ സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ രാവിലെ പറഞ്ഞു. ഞാൻ ഉറപ്പായിട്ട് പറയാണ്, എനിക്ക് അങ്ങനെ ഒരു മനുഷ്യനെ അറിയേയില്ല. പിന്നെ കണ്ണൂർ ജില്ലയിൽ പിള്ളമാരില്ല. എവിടെ ഇവർക്ക് ഈ പിള്ളയെ കിട്ടിയെന്ന് എനിക്കറിയില്ല. സുധാകരൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേസ് കൊടുക്കാൻ? 1000 പ്രാവശ്യം ധൈര്യമുണ്ട്, കേസും കൊടുക്കും. നിയമപരമായ എല്ലാ രീതിയിലും കൈകാര്യം. 30 കോടി ഞാൻ 1 കോടിനെ കണ്ടില്ല. അതിനുവേണ്ടി 30 കോടി കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കും. തിരക്കഥ തയ്യാറാക്കുമ്പോൾ നല്ല ഗൗരവമുള്ള തിരക്കഥ തയ്യാറാക്കണം. ഇങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടാക്കി MV ഗോവിന്ദന്റെയും വിജേഷ് പിള്ളയുടെയും നിയമ നടപടികൾ നേരിടാൻ തയ്യാറാണെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്നും പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാണ്. തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി ആവശ്യമെങ്കിൽ കോടതിക്കും കൈമാറുമെന്ന് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു. വിജേഷ് പിള്ള തന്നെ കണ്ടുവെന്ന് സമ്മതിച്ചെന്നും ഹരിയാനയും രാജസ്ഥാനെയും കുറിച്ചും വിജേഷ് സമ്മതിച്ചിട്ടുണ്ടെന്നും സ്വപ്ന പറയുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾ വിജേഷ് പറഞ്ഞത് മറ്റൊരു സന്ദർഭത്തിലാണെന്നും സ്വപ്ന ഫേസ്ബുക്കിൽ പറയുന്നു. ഒരു CPM നേതാവിനും സ്വപ്നയുടെ ആരോപണത്തിൽ ഭയമില്ലെന്ന് MV ജയരാജൻ. സ്വപ്നയുടെ പുതിയ കഥയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ജാഥ വിജയിച്ചതിലുള്ള വിഭ്രാന്തിയാണ് ലൈവ് ആരോപണത്തെ പ്രേരിപ്പിച്ചത്. ആ കള്ളം ലൈവിൽ തന്നെ പൊളിഞ്ഞു വീണു. തിരക്കഥ രചിച്ച് മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുന്നത് സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും MV ജയരാജൻ പറഞ്ഞു. സ്വപ്ന സുരേഷ് പറയുന്നത് തള്ളാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രണ്ടാമത്തെ ഘട്ടത്തിലും സ്വാധീനിക്കാൻ ശ്രമമുണ്ടായി. ഈ ഘട്ടത്തിൽ സ്വപ്നയോട് ആരെങ്കിലും സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ പോകുമോ? സ്വപ്നയെ ഇപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ
അവർ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവരുമായിട്ട് വെബ് സീരീസിന്റെ കാര്യവും സിനിമയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വേണേൽ വിശ്വസിച്ചോ, സാമാന്യ യുക്തികൾ ആരും വിശ്വസിക്കില്ല. അത് വിശ്വസനീയമായ ഒരു ഇതല്ല. കാരണം വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ പോയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും. ബാംഗ്ലൂർ പോയി അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് വെബ് സീരീസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റിയ നല്ല സമയം. വിജേഷ് പിള്ള തട്ടിപ്പുകാരനാണെന്ന് സംവിധായകൻ മനോജ് ഖാന കെഞ്ചിര സിനിമ OTT-യിലൂടെ പ്രദർശിപ്പിക്കാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ചു. സിനിമയുടെ പബ്ലിസിറ്റി അവരുടെ പ്ലാറ്റ്ഫോമിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നുവെന്നും മനോജ് ഖാന പറഞ്ഞു. സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലോടെ ആരാണ് വിജേഷ് പിള്ള എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായി ഉയർന്നു. കണ്ണൂർ സ്വദേശിയെങ്കിലും വർഷങ്ങളായി കൊച്ചിയിലാണ് വിജേഷിന്റെ താമസം. തനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ബന്ധമില്ലെന്നും പ്രചരിക്കും പോലെ ആഡംബര ജീവിതമില്ല എന്നും വിജേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഒരു വ്യക്തി വിജയ് പിള്ളൈ എന്ന് പറയുന്ന ഒരു വ്യക്തി കണ്ണൂരിലുള്ളതാണ്. ബാംഗ്ലൂർ വരണം, എന്നെ ഒന്ന് മീറ്റ് ചെയ്യണം, അവർക്ക് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നിരന്തരം വിളിച്ചു. എന്റെ പേര് വിജേഷ് പിള്ള. ഈ പറയുന്ന വിജയൻ പിള്ളയല്ല, വിജയ് പിള്ളയല്ല, വിജേഷ് പിള്ള. കണ്ണൂരിൽ ബക്കളത്തിനടുത്തുള്ള കടമ്പേരിയിലാണ് വിജേഷ് പിള്ള എന്ന വിവാദ നായകന്റെ വീട്. നാട്ടിലറിയപ്പെടുന്നത് വിജേഷ് കൊയിലേത്ത് എന്ന പേരിൽ. 10 വർഷം മുമ്പ് മണി ചെയിൻ ബിസിനസ് നടത്തി പിന്നീട് കൊച്ചിയിലേക്ക് മാറി. ഇപ്പോൾ നാട്ടിലെത്തുന്നത് വല്ലപ്പോഴും മാത്രം. നാട്ടിലേക്ക് പോകുന്നത് കുറവാണ്, വളരെ 3 മാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകാറുണ്ട്. കൊച്ചിയിലാണ് സാധാരണ. കടമ്പേരിയിലെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ്. നാളുകളായി മകന് വീടുമായി വലിയ ബന്ധമില്ലെന്നാണ് ഇവർ പറയുന്നത്. ബംഗളൂരു മല്ലേശ്വരം ബ്രിഗേഡ് ഗേറ്റ്വേ ക്യാമ്പസിലെ വേൾഡ് ട്രേഡ് സെന്ററിലാണ് വിജേഷ് CEO ആയി പ്രവർത്തിക്കുന്ന ആക്ഷൻ OTT ഓൺലൈൻ വീഡിയോ സ്ട്രീമിംഗ് സ്ഥാപനം. കൊച്ചിയിലെ ഓഫീസ് അധികകാലം പ്രവർത്തിച്ചില്ല. അതിന്റെ കണക്റ്റഡ് ബേസ്ഡാണ് ഓരോ ബിസിനസ്സും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ IT കമ്പനിയാണ്, അതിനനുസരിച്ചാണ് ഓരോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പ്രചരിക്കും പോലെയുള്ള ആഡംബര ജീവിതമല്ല തന്റേതെന്നാണ് വിജേഷ് പറയുന്നത്. അത്രമാത്രം ശേഷിയൊന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളല്ല. സ്വപ്നനെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ പോയിരുന്നത്. MS സനീഷ് കുമാർ, ന്യൂസ് 18 കൊച്ചി. 5 മണി വാർത്ത തുടരുന്നു. ബ്രഹ്മപുരത്ത് നിരീക്ഷണ സമിതിക്ക് രൂപം നൽകി ഹൈക്കോടതി. മലിനീകരണ നിയന്ത്രണ ബോർഡ്, കളക്ടർ, കോർപ്പറേഷൻ സെക്രട്ടറി, ജില്ലാ ലീഗൽ സെൽ അതോറിറ്റി എന്നിവർ ഉൾപ്പെട്ട കമ്മിറ്റിക്കാണ് കോടതി രൂപം നൽകിയത്. കമ്മിറ്റി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ച് തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്മാർട്ട് സിറ്റിയായ കൊച്ചി വൃത്തിഹീനമായ നഗരമായി മാറിയിരിക്കുന്നുവെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി പരിസരത്ത് വരെ പുകയെത്തി. നഗരത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായി നഷ്ടം സംഭവിച്ചാൽ കോർപ്പറേഷനായിരിക്കും പൂർണ്ണ ഉത്തരവാദിയെന്നും ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണം ശാസ്ത്രീയവും നിയമപരവുമായിരുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി. വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി കോടതി അറിയിച്ചു. സർക്കാർ സ്വീകരിച്ച നടപടികളും നടപ്പിലാക്കിയ കാര്യങ്ങളും അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ അറിയിക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം നൽകി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കൊച്ചിയിലെ ജനങ്ങളെ മാലിന്യ പുകയിൽ നിന്ന് എന്ന് രക്ഷിക്കാനാകുമെന്ന് ഉറപ്പ് നൽകാനാവാതെ മന്ത്രിമാർ. തീ എപ്പോൾ അണയ്ക്കാനാകുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. വീണ്ടും തീ പിടിക്കുന്നതാണ് പ്രശ്നമാകുന്നത് എന്നായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പ്രതികരണം. ബ്രഹ്മപുരം സന്ദർശിച്ച ശേഷമായിരുന്നു ഇരു മന്ത്രിമാരുടെയും പ്രതികരണങ്ങൾ. ബ്രഹ്മപുരം പ്ലാന്റിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിയുണ്ടാകുന്ന പുക 80% അണയ്ക്കാൻ സാധിച്ചെങ്കിലും എപ്പോൾ പൂർണ്ണമായി അണയ്ക്കാനാകുമെന്ന് പറയാനാകില്ലെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. 6 അടിയോളം താഴ്ചയിലേക്ക് തീ പടർന്നതിനാലാണ് അണയ്ക്കാൻ കഴിയാത്തത്. 5 മീറ്റർ 6 മീറ്റർ അടിയിലും തീയുണ്ട്. ഇപ്പോൾ താഴേന്നെടുത്ത് ഈ കനൽ പുറത്തേക്കിട്ട് വെള്ളം ഒഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലിയറായി കുറെ കഴിയുമ്പോഴായിരിക്കും മീത്തൻ വന്നിട്ട് വരുന്നത്. അപ്പൊ ഇത്ര ദിവസം എന്ന് പറയാൻ ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി MP. രാജേഷ് പറഞ്ഞു. തീ അണച്ചാലും വീണ്ടും തീ പിടിക്കുന്ന സ്ഥിതിയാണ്. എങ്കിലും സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണെന്നും MP. രാജേഷ്. എന്താണ് കൊച്ചിയിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന ആക്ഷൻ പ്ലാൻ എന്ന് അവിടെ വിശദീകരിക്കാം. നഗരത്തിൽ പലയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കി തുടങ്ങിയതായി മന്ത്രിമാർ അവകാശപ്പെട്ടു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാറ്റാൻ ബദൽ സംവിധാനം കണ്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി സർവേ നടത്തും. തീപിടുത്തവും പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ
അവരെ കണ്ടെത്തി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. കുട്ടികൾ, പ്രായമായവർ, ഗർഭിണികൾ, മറ്റു രോഗമുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ എത്രയും വേഗം ഡോക്ടറെ കാണേണ്ടതാണ്. എല്ലാ ആശുപത്രികളിലും മതിയായ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും മന്ത്രി നിർദ്ദേശം നൽകി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് ഉമാ തോമസ് MLA ഹൈക്കോടതിയിൽ റിട്ട് ഹർജി സമർപ്പിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസ്പോൺസ് ടീമിനെ അടിയന്തരമായി നിയോഗിക്കണമെന്നും കടമ്പ്രയാറിലേക്ക് മാലിന്യം കലർന്ന ജലമൊഴുകി മലിനപ്പെടുന്നതിലെ ആശങ്കയും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. തൃശൂർ പെരിങ്ങാവിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഗോഡൌൺ കത്തിനശിച്ചു. 2 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. രാവിലെ 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 5 ഫയർഫോഴ്സ് യൂണിറ്റ് 5 മണിക്കൂറിൽ പരിശ്രമിച്ച് തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. 2 കോടി രൂപ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ പറഞ്ഞു. തീ കെട്ടലില് ഭയങ്കരമായ രീതിയിൽ കത്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പൊങ്ങും. ആൾക്കാർ ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാനുള്ള പ്രശ്നമായിട്ട് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ആൾക്കാരെ. ഭയങ്കര ഇതാണ്. ഇപ്പോൾ 12 യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഒന്ന് പോയി എന്നാണ് പറയാൻ കഴിഞ്ഞത്. റോഡിൽ പുക നിറഞ്ഞതിനാൽ ഗതാഗതവും സ്തംഭിച്ചു. വാഹനങ്ങൾ പോലീസ് വഴിതിരിച്ചുവിട്ടു. ന്യൂസ് 18 തൃശൂർ. വീണ്ടും ഒരു ഇടവേള. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ये है शुरुआत तेरी, अब हर जुबान पे होगी बात तेरी. देखिए पहला टाटा विमेंस प्रीमियर लीग 4 मार्च से जियो सिनेमा पर बिल्कुल फ्री. ഈ പരിപാടി നിങ്ങൾക്കായി ആരോപണങ്ങളാണ് താങ്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും താങ്കൾ അവരെ വിദേശത്തേക്ക് കടത്താമെന്ന് വാഗ്ദാനം ചെയ്തു. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ 30 കോടി രൂപ താങ്കളിലൂടെ ഇടനിലക്കാരനായി വാഗ്ദാനം ചെയ്തു എന്നടക്കമുള്ള ആരോപണങ്ങളാണ്. എന്താണ് ഇതെല്ലാം തെറ്റായ വാർത്തകളാണ്. ഇങ്ങനെയൊരു സംഭവം വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നത്. എനിക്കിതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവരുമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല. ഇല്ല, എനിക്ക് അവരായിട്ട് ഇങ്ങനെ യാതൊരു കാര്യം സംസാരില്ല. ഒരു ബിസിനസ് മീറ്റ്, അതാണ് വെബ് സീരീസിന്റെ ഒരു ബിസിനസ് മീറ്റ്. അവരെന്തിനാണ് ഈ അലിഗേഷൻ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. അവർ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇത്തരം വിശദമായ കാര്യങ്ങൾ പറയുന്നത്? താങ്കളെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിരിക്കുന്നത് എനിക്കറിയില്ല, എന്താണെന്ന് അറിയില്ല. താങ്കൾക്ക് CPM നേതാക്കളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? CPM ആയിട്ടും ബന്ധമില്ല, കോൺഗ്രസ് ആയിട്ടും ബന്ധമില്ല, BJP ആയിട്ടും ബന്ധമില്ല. ഞാനൊരു ബിസിനസ്സുകാരൻ മാത്രമാണ്. താങ്കൾ കണ്ണൂരിലല്ലേ? കണ്ണൂർ എവിടെയാണ്? കണ്ണൂരിൽ അവിടെ നാട്ടിൽ കാണാറുണ്ടോ? നാട്ടിലേക്ക് പോകുന്നത് കുറവാണ്. വളരെ 3 മാസം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകാറുണ്ട്. കൊച്ചിയിലാണ് സാധാരണ. താങ്കൾ വലിയ ആഡംബര കാറുകളിൽ സഞ്ചരിക്കുന്നു, വലിയ കോടീശ്വരനായ ആള്. അപ്പം ഈ സ്വപ്നയെ പോലുള്ള ആളുകളെ പർച്ചേസ് ചെയ്ത് വാങ്ങാൻ തക്കവണ്ണം ശേഷിയുള്ള ആളാണ് എന്നാണ്. അത്രമാത്രം ശേഷിയൊന്നുമില്ല. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളല്ല. സ്വപ്നയെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നുമല്ല ഞാൻ പോയിരുന്നത്. ഇതൊരു തികച്ചൊരു ബിസിനസ് മീറ്റ്, അത്ര തന്നെ ഉള്ളൂ. എനിക്ക് ഈ പറഞ്ഞ അലിഗേഷൻസ് എല്ലാം ഞാൻ പറയുന്നു, വീണ്ടും പറയുന്നു, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എനിക്ക് ഇവരെക്കുറിച്ച് ഈ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെ ആരെയും ഞാൻ പേഴ്സണലി കണ്ടിട്ടുമില്ല. എനിക്ക് ഇവരുടെ പത്രത്തിലും TV-യിലും കാണുന്ന അറിവല്ലാതെ ഒരാളെ പോലും എനിക്കറിയില്ല. അവർക്ക് എന്നെയും അറിയില്ല. ഇതല്ലാതെ അറിയില്ല. അന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ആരെ? നിങ്ങൾ നേരിട്ട് കൂടിക്കാഴ്ച എടുത്ത് സ്വപ്നയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പറയുന്നത് ഈ പൊളിറ്റിക്കൽ അലിഗേഷൻസ് എനിക്കെതിരെ ഉണ്ടാക്കുന്നത് ഇവരെ ഒന്നും എനിക്കറിയില്ല. മീൻസ് പത്രത്തിലും TV-യിലും കണ്ടിട്ടുള്ള നോളജ് മാത്രമേ എനിക്കുള്ളൂ. അവർക്ക് ആർക്കും എന്നെ അറിയില്ല. നാളെ നിങ്ങൾ തമ്മിലുള്ള ചിത്രങ്ങളോ CPM നേതാക്കളോടൊപ്പം നിൽക്കുന്നതോ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ പുറത്തു വരാൻ സാധ്യതയില്ല. ഒരു പക്ഷേ ഇതൊക്കെ തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ വരട്ടെ. എനിക്ക് അങ്ങനെ ആരുമായിട്ട് ഒരു ബന്ധമില്ല. അങ്ങനെ വരുന്നൊരു പേടിയൊന്നുമില്ല. ഒരു പേടിയില്ല. ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു? ഇല്ല, കാരണം ഞാൻ അങ്ങനെ ഒരു തെറ്റായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഞാനൊരു ബിസിനസ് മീറ്റ്, എന്റെ ബിസിനസ് മീറ്റിലുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. അതിനാണല്ലോ അവർ വെബ് സീരീസ് ആയിട്ട് സഹകരിക്കാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ വരുന്നത്. അല്ലാണ്ട് എനിക്കിത് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഞാൻ വേറെ ഹിഡൻ അജണ്ട ആയിട്ടൊന്നുമല്ല ഞാൻ പോകുന്നത്. ഓപ്പൺ ഡിസ്കഷൻ ഒരു ഹോട്ടലിന്റെ ലോബിയിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. കുറെ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന കുറെ ആൾക്കാർ അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇതിലെന്ത് ഹിഡൻ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടത്? അവർ പറഞ്ഞ ആരോപണങ്ങൾ പോലെ പണം ചോദിച്ചു, പാസ്പോർട്ട് നൽകാമെന്ന് പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ദൃശ്യങ്ങൾ വരുമെന്നൊരു ഭയമുണ്ടോ? ഒരു ഭയമില്ല. ഒരു ദൃശ്യം പുറത്തുവിട്ട സ്ഥിതിക്ക് അവരുടെ ബാക്കി കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്? ഉറപ്പാണ്. ഞാൻ എന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ കർണാടക പോലീസിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും നിലവിൽ തന്നെ EDക്ക് ഓൾറെഡി ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പോലീസിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല.
ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇത് ഇത്ര തലവേദന പിടിച്ച അല്ലെങ്കിൽ കേരളം മൊത്തം കാര്യമാണ് ഈ സ്വർണ്ണക്കടത്തും സ്വപ്ന സുരേഷും ഒക്കെ. അപ്പോൾ അവരോട് ഈ OTT ഇടപാടിനാണെങ്കിൽ പോലും ചെല്ലുമ്പോൾ ഒരു ആശങ്ക നിങ്ങൾക്കില്ലായിരുന്നു? അവർ കാരണം കുറെ കമ്പനിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം ഞാൻ ചിന്തിച്ചുള്ളൂ. നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വേറെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോകാത്തതുകൊണ്ട് തന്നെ എനിക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? അത്ര പ്രാധാന്യമുള്ള മീറ്റ് ആയതുകൊണ്ടാണ് അവിടെ പോയി കണ്ടത് ബാംഗ്ലൂരിൽ. ഞാൻ വൈശാഖിലോട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പം ഞാൻ ബാംഗ്ലൂർ ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്. താങ്കൾ ബിസിനസ് 2017 കണ്ടാണ് കൊച്ചിയിൽ തുടങ്ങുന്നത് അല്ലേ? അത് കാര്യമായി മുന്നേറാൻ പറ്റിയില്ല. അതിന്റെ കണക്ഷൻ ബേസ്ഡാണ് ഓരോ ബിസിനസ്സും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ IT കമ്പനിയാണ്, അതിനനുസരിച്ചാണ് ഓരോന്നും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. കോവിഡിലൊക്കെ പ്രശ്നങ്ങൾ വന്നു. ഓഫ് കോഴ്സ് കോവിഡ് എല്ലാവർക്കും പ്രശ്നങ്ങളായിരുന്നല്ലോ. നമുക്ക് പ്രശ്നമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തന്വേഷിച്ച് താങ്കൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല. എന്നാലും താങ്കൾ എന്ത് വിചാരിക്കുന്നുണ്ടാവും? എന്തിനായിരിക്കും താങ്കളെ ഇതിലേക്ക്? എനിക്കറിയില്ല. തന്നെയാണ് പറഞ്ഞത്. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയും? എനിക്കറിയില്ല. ഇതിനു മുമ്പ് ഒരാളെ ഇതുപോലെ സ്വപ്ന വഹിച്ചു, ഒരു പഴയ മാധ്യമ പ്രവർത്തനായ ഷാജ് കിരൺ എന്നയാണ്. ഞാനിപ്പോ 1-2 പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഷാജ് കിരണിനെ പറ്റിയ അനുഭവം നിങ്ങൾ അറിഞ്ഞിട്ടില്ല? എനിക്കറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് അവർ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അവരെ കേസിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തെന്നുകൊണ്ടാണ് പിന്നീട് അയാൾ കുരിശിൽ കയറിയത്. വലിയ ആരോപണമായിരുന്നു. അപ്പം ഇതൊന്നും താങ്കൾ അറിഞ്ഞിരുന്നില്ല? എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ ഈ രോഗമുണ്ടായതായിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രത്യേകമായി ശ്രദ്ധിക്കണം. വേനൽക്കാലത്ത് വെള്ളം കുറവുള്ള സമയമാണ്. അതുകൊണ്ട് മലിനമായിട്ടുള്ള വെള്ളം നമുക്ക് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ശക്തമാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജ്യൂസ് കടകളിൽ ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനകൾ ആരംഭിച്ചിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നതിനും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലെ ആരോഗ്യ പ്രവർത്തകർക്ക് ഇതുമായി ബന്ധപ്പെട്ട പൊതു സാനിറ്റേഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവർ നിർവഹിക്കേണ്ടതായിട്ടുള്ള ചുമതലകൾ, സാനിറ്റേഷൻ ഉറപ്പുവരുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചെയ്യണമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ ഡോക്ടേഴ്സിന് ആരോഗ്യ വകുപ്പിലെ അതുപോലെ പൊതുവെ നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ സ്വകാര്യ മേഖലയിലെ ആരോഗ്യ പ്രവർത്തകരോട് ഡോക്ടേഴ്സിനോട് നമ്മൾ പൊതുവിൽ നൽകുന്ന ഒരു നിർദ്ദേശം, പനിയുമായിട്ട് ആരെങ്കിലും വരുമ്പോൾ അതിൽ ഇൻഫ്ലുവൻസ കൂടി സംശയിക്കണം എന്നുള്ളതാണ്. സാബ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കണം. അതോടൊപ്പം വൈറൽ പനിക്കുള്ള ചികിത്സ ഒസൽറ്റാമോവർ ആണ്, അത് കൊടുക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് മറ്റു രോഗങ്ങളുള്ളവർ, കോമോബിഡിറ്റീസ് ഉള്ളവർ, കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ എന്നുള്ളവർ പ്രത്യേകമായിട്ട് ഈ ജനവിഭാഗങ്ങളെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുള്ളതും ഈ അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഫ്ലുവൻസയുടെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ ജലദോഷം, പനി, റെസ്പിറേറ്ററി സിംറ്റംസ് ഉണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന പനിയിലൊക്കെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശ്വാസമുട്ടുണ്ടാകുന്നു എന്നുള്ളതൊക്കെ പൊതുവേ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലുവൻസയുടെ വകഭേദങ്ങളാകാം. അതുകൊണ്ട് തന്നെ പനി ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സിക്കാതെ ആശുപത്രികളിലേക്ക് എത്തുകയും ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാഹം ഉണ്ടാകാൻ കാത്തിരിക്കേണ്ടതില്ല. ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാമെന്ന് കാത്തിരിക്കേണ്ട. അതെല്ലാവരും ശ്രദ്ധിക്കണം. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം. യാത്രാവേളയിൽ വെള്ളം കരുതേണ്ടതാണ്. ദുരന്ത നിവാരണ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന മാർഗനിർദ്ദേശം പോലെ 11 മുതൽ 3 മണി വരെ പുറത്ത് വെയിലിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. നേരിട്ടുള്ള വെയിൽ ഏൽക്കരുത് എന്നുള്ളതും പ്രത്യേകിച്ച് ഓർക്കണം. കുഞ്ഞുങ്ങളെ പുറത്ത് വേനൽക്കാല രോഗങ്ങളുടെ മുന്നറിയിപ്പ് നൽകുകയായിരുന്നു മന്ത്രി വീണ ജോർജ്. മന്ത്രി ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ മോഷണ കേസ് ഹൈക്കോടതി റദ്ദാക്കി. അതേസമയം നിയമാനുസൃതമായ നടപടിക്രമങ്ങൾ പാലിച്ച് വീണ്ടും നിയമ നടപടികൾ ആരംഭിക്കുന്നതിന് ഉത്തരവ് തടസ്സമല്ലെന്ന് ജസ്റ്റിസ് AS സിയാദ് റഹ്മാൻ നിർദ്ദേശിച്ചു. കേസ് രജിസ്റ്റർ ചെയ്തതിലെ അപാകതയും നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കാത്ത കേസിൽ കുറ്റപത്രം സ്വീകരിച്ച വിചാരണ കോടതി നടപടിയും ചോദ്യം ചെയ്താണ് മന്ത്രി ആന്റണി രാജു കോടതിയെ സമീപിച്ചത്. 1990-ൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അടിവസ്ത്രത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച നിലയിൽ വിദേശപൗരനെ പിടികൂടിയിരുന്നു. പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അന്ന് തിരുവനന്തപുരം ബാർലി അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമത്വം കാണിച്ചുവെന്നാണ് കേസ്. സത്യം ജയിച്ചെന്ന മന്ത്രി ആന്റണി രാജു ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തന്നെ വേട്ടയാടിയവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്നും തുടരന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റക്കാരെ കണ്ടെത്തട്ടെ എന്നും ആന്റണി രാജു പറഞ്ഞു. ഇതിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച ഒരു മുൻ മന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കൂടെ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് എനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി എന്നെ വേട്ടയാടാൻ
എൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ ബോധപൂർവം എന്നോട് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സത്യം ജയിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതി എൻ്റെ നിരപരാധിത്വം അംഗീകരിച്ചുകൊണ്ട് FIR റദ്ദാക്കണം എന്നുള്ള എൻ്റെ ആവശ്യം കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. ഞാൻ എന്നെ വേട്ടയാടി രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചവരോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഭാ തർക്കം പരിഹരിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച് ഓർത്തഡോക്സ് സഭ. ഞായറാഴ്ച പള്ളികളിൽ പ്രതിഷേധം നടത്തുന്നതിന് പിന്നാലെ തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെത്രാപ്പൊലീത്തമാർ ഉപവാസമിരിക്കും. സർക്കാർ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് സഭ. കോട്ടയം ദേവലോകം അരമനയിൽ അടിയന്തര സുന്നഹദോസ് യോഗം ചേർന്നാണ് ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ സമരം പ്രഖ്യാപിച്ചത്. സുപ്രീം കോടതി വിധി അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ നിയമനിർമ്മാണം നടത്തുമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് സഭ പറയുന്നു. എന്നാൽ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ്. സർക്കാർ നീക്കം ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. സർക്കാർ നടത്തിയതായ ചർച്ചകൾ പോലും മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരു വേദിയായി ആ ചർച്ചകളെ സർക്കാർ ഉപയോഗിച്ചിരുന്നോ എന്ന് ഞങ്ങൾ സംശയത്തോടെ കാണുന്നു. ഇതിൽ തീർച്ചയായും ഒരു പുനഃപരിശോധനയ്ക്ക് സംസ്ഥാന സർക്കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തയ്യാറാകുമെന്നാണ് ഓർത്തഡോക്സ് സഭ പ്രതീക്ഷിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കെതിരായ നിയമനിർമ്മാണങ്ങൾ നേരത്തെയും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. വിവാദങ്ങളിൽ നിന്ന് തലയൂരാനുള്ള ശ്രമമായാണ് പുതിയ നീക്കത്തെ സഭ സംശയിക്കുന്നത്. അങ്ങനെ സംശയിച്ചാലും തെറ്റു പറയാനൊക്കില്ല. കാര്യം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു പിടിച്ചാൽ ഒരു തന്ത്രമായിരുന്നു എന്ന് നമുക്കറിയില്ല. പള്ളികളിൽ യാക്കോബായ വിഭാഗത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിച്ചിട്ടില്ല എന്ന വാദമാണ് ഓർത്തഡോക്സ് സഭ ചൂണ്ടിക്കാട്ടുന്നത്. നിയമനിർമ്മാണ നീക്കത്തിൽ നിന്ന് പിന്തിരിയാൻ സർക്കാരിനോട് ആവശ്യപ്പെടാൻ വീണ്ടും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഓർത്തഡോക്സ് സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഓർത്തഡോക്സ് സഭയുടെ നിലപാട് ദൌർഭാഗ്യകരമാണെന്ന് യാക്കോബായ സഭ. മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സഭയുടെ യാതൊന്നും തങ്ങൾ കവർന്നെടുത്തിട്ടില്ല. ബിൽ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ പാസ്സാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജോസഫ് മാർ ഗ്രിഗോറിയോസ് ന്യൂസ് 18 പറഞ്ഞു. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സർക്കാർ നിർണായകമായ ചൂടുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാർ സുപ്രീം കോടതി വിധി വന്നുവെങ്കിൽ കൂടിയും ഇതിൽ ഒരു രമ്യമായ പരിഹാരമെന്ന രീതിയിലേക്ക് അത്തരം പോംവഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലൊരു നിയമനിർമ്മാണം വിധി ഉൾക്കൊണ്ടുകൊണ്ട് അതിലേക്കൊരു നിയമനിർമ്മാണം എന്ന രീതിയിലേക്കാണ് പോകുന്നത്. സർക്കാർ അത് ആദ്യ ചുവടായി ഇടതുമുന്നണി യോഗത്തിൽ അംഗീകരിക്കുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. നിലവിൽ ഓർത്തഡോക്സ് വിഭാഗം ഇതിൽ പരസ്യമായൊരു എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. നമുക്കൊപ്പം ഇപ്പോഴുള്ളത് യാക്കോബായ സഭ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റ് കൂടിയായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? നിശ്ചയമായിട്ടും യാക്കോബായ സഭ ഈ നീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു. സെമിത്തേരിയിൽ സംസ്കാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വലിയ പ്രശ്നം പരിഹരിച്ചത് ഒരു നിയമനിർമ്മാണത്തിലൂടെയാണ്. ഇടവക ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഇടവകയും സ്വത്തുക്കളും അവിടെയുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കുവാനും അതിൻ്റെ ഉടമസ്ഥാവകാശം നിലനിർത്തുക എന്നുള്ളതും ഒരു ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും അനുപേക്ഷണീയമായിട്ടുള്ളതാണ്. 90% വരുന്ന ഇടവക പള്ളികളാണ് ഏകദേശം 60ഓളം ദേവാലയങ്ങൾ ഈ കോടതി വിധിയുടെ മറവിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ളവർ പുറത്തു പോകേണ്ട സാഹചര്യം വന്നു. റോഡിൽ ആരാധിക്കേണ്ട സ്ഥിതികൾ വന്നു. പുതിയ ദേവാലയങ്ങൾ വയ്ക്കുവാൻ നിർബന്ധിതരായി. ഇതൊന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളല്ല. നിയമനിർമ്മാണം എന്നുള്ളത് സുപ്രീം കോടതി വിധിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. മാത്രവുമല്ല, സർക്കാർ ഈ കാര്യത്തിലൊരു പരിഹാര മാർഗത്തിന് വേണ്ടി അനേകം ശ്രമങ്ങൾ നടത്തി. നിയമനിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴും പൊതുജന അഭിപ്രായം രൂപീകരിച്ചപ്പോഴും അതിൻ്റെ പ്രോസസ്സിംഗ് ഒരു തലത്തിലെത്തിയതിന് ശേഷവും ഗവൺമെൻറ് ഇരു വിഭാഗത്തെയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ആ ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിലായിരിക്കണം ഗവൺമെൻറ് LDF സർക്കാർ ഒരു നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുന്ന തീരുമാനം എടുത്തിട്ടുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജസ്റ്റിസ് KT തോമസ് കൊണ്ടുവന്ന നിയമപരിഷ്കരണ കമ്മീഷൻ്റെ ആ ബില്ലിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് കൂടുതൽ അറിയാവൂ. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് ആരാധനാ സ്വാതന്ത്ര്യവും ഉടമസ്ഥാവകാശവും ലഭിക്കുന്ന നിലയിലുള്ള പ്രപ്പോസൽസാണ് അതിലുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള വാർത്തകളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾക്കറിയില്ല. അതിൻ്റെ കരട് പരിശോധിച്ചെങ്കിൽ മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതർത്ഥത്തിലായാലും
നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് യാക്കോബായ സുറിയാനി സഭ എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിനും സർക്കാരിനും വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒക്കെ ബോധ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ ഈ നിയമനിർമ്മാണത്തിലൂടെ ഈ പള്ളിപിടുത്തം, മറ്റുള്ളവരുടെ സ്വത്ത് അടിച്ചു മാറ്റുന്നത്, മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, അതെല്ലാം നീങ്ങിപ്പോകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് യാക്കോബായ സഭ ഒരറ്റം വരെ പൊതുസമൂഹവും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഇപ്പോൾ നിയമനിർമ്മാണത്തിലേക്ക് കടക്കുന്നു എന്നൊരു വാർത്തകൾ വരുമ്പോൾ തന്നെയും പ്രത്യക്ഷത്തിൽ ഓർത്തഡോക്സ് സഭ അതിൻ്റെ ഒരു നിലപാട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ശരിയായ രീതിയല്ല, സുപ്രീം കോടതി വിധിയടക്കം മറികടക്കുന്ന കാര്യങ്ങളാണ്, അത് ഇങ്ങനെയല്ല സർക്കാർ ചെയ്യേണ്ടതെന്നടക്കമുള്ളൊരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് അടക്കം പോവുകയാണ് നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ. എങ്ങനെയാണ് ഇതെല്ലാം ഇതിനെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതേക്കുറിച്ച് അറിയത്തില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നൊരു പൊതുസമൂഹം ഇവിടെ ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അവർ ഇതിനൊക്കെ എതിരാണ്. ഒരിടവേള കൂടി. വീണ്ടും വാർത്തകളിലേക്ക്. H3N2 വൈറസ് മൂലമുണ്ടായ ഇൻഫ്ലുവൻസ ബാധിച്ചുള്ള മരണങ്ങൾ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തു. ഹരിയാന, കർണാടക സംസ്ഥാനങ്ങളിലാണ് ഓരോരുത്തർ വീതം മരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 90 പേർക്കാണ് H3N2 വൈറസ് ബാധയുണ്ടായിട്ടുള്ളത്. ഡൽഹിയിൽ നിരാഹാര സമരവുമായി ഭാരത് രാഷ്ട്രസമിതി നേതാവും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിത വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. പ്രതിപക്ഷത്തെ 12 പാർട്ടികളുടെ നേതാക്കളും സമരത്തിൽ പങ്കെടുക്കുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നതിന് തൊട്ടുമുമ്പാണ് കവിത സമരം ആരംഭിച്ചത്. കായിക വാർത്ത. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 480 റൺസിന് പുറത്ത്. ഉസ്മാൻ ഖവാജയുടെയും കാമറൂൺ ഗ്രീനിന്റെയും 5ാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഓസീസിന് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഖവാജ 180 റൺസ് എടുത്തപ്പോൾ കന്നി ടെസ്റ്റ് സെഞ്ചുറി നേടിയ കാമറൂൺ ഗ്രീൻ 114 റൺസ് എടുത്തു. ഇരുവരും ചേർന്ന് 5ാം വിക്കറ്റിൽ 208 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കി. ഇന്ത്യക്ക് വേണ്ടി അശ്വിൻ 6 വിക്കറ്റ് വീഴ്ത്തി. രണ്ടാം ദിനത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടപ്പെടാതെ 36 റൺസ് എടുത്തിട്ടുണ്ട്. ക്രൈസ്റ്റ് ചർച്ച് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലൻഡ് പതറുന്നു. രണ്ടാം ദിവസത്തെ കളി അവസാനിച്ചപ്പോൾ 5 വിക്കറ്റിന് 162 റൺസ് എന്ന നിലയിലാണ് കിവീസ്. 40 റൺസുമായി ഡാരിൽ മിച്ചലും 9 റൺസ് എടുത്ത് മൈക്കൽ ബ്രൈസ്വെല്ലുമാണ് ക്രീസിൽ. ടോം ലാഥം 67 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് വേണ്ടി അസിത ഫെർണാണ്ടോയും ലെഹിരു കുമാരയും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 355 റൺസാണ് ഒന്നാം ഇന്നിംഗ്സിൽ ലങ്ക നേടിയത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ലക്ഷ്യമിടുന്ന ശ്രീലങ്കയ്ക്ക് പരമ്പരയിലെ 2 മത്സരങ്ങളും ജയിക്കണം. ഇടുക്കി ജില്ലയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ അന്യമാണ്. പക്ഷേ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കാൻ ഒരു തീവണ്ടി എഞ്ചിൻ ഇവിടെയുണ്ട്. 1956 നിർമ്മിച്ച ഇടുക്കിയുടെ ചരിത്രത്തോട് തൊട്ടു നിൽക്കുന്ന ഒരു ഡീസൽ എഞ്ചിൻ. തേക്കടിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ എത്തിച്ചിരിക്കുന്ന തീവണ്ടി എഞ്ചിൻ കാണാൻ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി 5 മണി വാർത്ത പൂർത്തിയാകുന്നു. നമസ്കാരം. വ്യാവസായിക ആവശ്യത്തിനായി 1956 നിർമ്മിച്ച തീവണ്ടി എഞ്ചിനാണിത്. ബാംഗ്ലൂരിൽ നിർമ്മിച്ച എഞ്ചിൻ 1982 KSEB വാങ്ങി. ശേഷം ഇടുക്കിയുടെ ചരിത്രത്തിലേക്കും ഈ ഡീസൽ എഞ്ചിൻ ചൂളം വിളിച്ചു. ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകളുടെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനാണ് എഞ്ചിൻ നിർണായക പങ്കുവഹിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ അങ്കമാലി ഡിപ്പോയിലേക്ക് നിർമ്മാണ സാമഗ്രികളും കൽക്കരികളും കൊണ്ടുപോകുന്നതിനായി പിന്നീട് ഈ എഞ്ചിൻ ഉപയോഗിച്ചു. 2015 പതിറ്റാണ്ടുകൾ നീണ്ട എഞ്ചിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനുശേഷമാണ് EVM ഗ്രൂപ്പ് ഇത് വാങ്ങി റിസോർട്ടിലെത്തിച്ചത്. KSEBയുടെ ഓർമ്മ മിഷൻ 2015 ഡീകമ്മീഷൻ ചെയ്ത ശേഷം കോതമംഗലം ആസ്ഥാനമായിട്ട് EVM ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോസ് മാത്യു വാങ്ങുകയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ മിഷൻ നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള തേക്കടിയിലെ സ്റ്റെർലിംഗ് റിസോർട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് പ്രധാനമായിട്ടും നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കാണുവാനും വിനോദസഞ്ചാരികൾ കൂടാതെ നമ്മുടെ പൊതുജനങ്ങൾക്കും കാണാനുള്ള അവസരങ്ങളും ഫോട്ടോ എടുക്കുകയും മിഷനെ പറ്റി മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വളരെ കുറച്ച് വ്യവസായ എഞ്ചിനുകളിൽ ഒന്നാണിത്. ഗിയറോട് കൂടിയ ഹൈഡ്രോളിക് ട്രാൻസ്മിഷനാണ് പ്രത്യേകത. ട്രെയിൻ എഞ്ചിൻ കാണാൻ റിസോർട്ടിൽ സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ നിരവധി പേരും എത്തുന്നു. ന്യൂസ് 18 ഇടുക്കി.